ഹായ് ഡിയേഴ്സ്. അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ച് കല്യാണത്തിൻ്റെ സാധനങ്ങൾ പർച്ചേസ് ചെയ്യാനും ഗോൾഡ് പർച്ചേസ് ചെയ്യാനും ഒക്കെ ആയിട്ട് ടൗണിൽ വന്നതാണ് കേട്ടോ. അപ്പോൾ ഞാനും അജുവും കൂടെ കുറച്ച് നമ്മുടെ ഡ്രസ്സിന് പറ്റിയ ഗോൾഡ് അല്ലാത്ത കുറച്ച് ഓർണമെൻറ്റ്സ് നമുക്ക് തലേ ദിവസമൊക്കെ ഇടണമല്ലോ, അതൊക്കെ ആദ്യം സെലക്ട് ചെയ്ത് വെക്കാം. അത് കഴിയുമ്പോൾ കുറച്ച് കഴിഞ്ഞ് അച്ഛൻ അമ്മയൊക്കെ വരും, അവരുമായിട്ട് ബാക്കി ഗോൾഡ് പർച്ചേസ് ചെയ്യാം. അവർ ഉച്ചയാവും വരുമ്പോൾ, അതിന് മുമ്പ് നമ്മുടെ പണിയൊക്കെ തീർത്ത് വെക്കാമെന്നും പറഞ്ഞ് നമ്മൾ പോകുന്നതാണ് കേട്ടോ. അപ്പോൾ സൺഡേ ആയതുകൊണ്ട് എല്ലാം പെട്ടെന്ന് തീർക്കാം. ഇപ്പം ആകെ അവധിയുള്ള ദിവസം അതൊക്കെയാണല്ലോ. അപ്പം അങ്ങനെ പോകാമെന്ന് വെച്ചാൽ കുറേ കടകളൊക്കെ അടച്ചിട്ടിരിക്കുകയാണ് സൺഡേ ആയതുകൊണ്ട്. പക്ഷേ നമുക്ക് ഗോൾഡിൻ്റെയൊക്കെ പിന്നെ എല്ലാ ദിവസവും തുറക്കൂല. അങ്ങനെ കുറച്ച് നേരം പോയി. പിന്നെ നമ്മുടെ സേവ് ദ ഡേറ്റിൻ്റെ സ്ഥലമൊക്കെ നമുക്ക് നോക്കി വെക്കണം. നമ്മൾ നോക്കി വെച്ചിട്ട് വേണം അടുത്ത ദിവസം അവരായിട്ട് പോയി ഷൂട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ അങ്ങനെയും കുറച്ച് കാര്യങ്ങൾ നോക്കണം. അപ്പോൾ അമ്മയൊക്കെ അത് കഴിഞ്ഞിട്ട് അമ്മയൊക്കെ വരും, അവരുമായിട്ട് പോയിട്ട് പർച്ചേസിങ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണ് ഇരിക്കണത്. കുറേ സ്ഥലത്തൊക്കെ പോയി കേട്ടോ. അപ്പം മാവേലിക്കരക്കാരാണ് നമ്മുടെ സേവ് ദ ഷീറ്റ് അവർ ഷൂട്ട് ചെയ്യണത്. അപ്പോൾ അവർക്ക് നമ്മുടെ സ്ഥലം കറക്റ്റായിട്ട് ഇവിടുത്തെ കാര്യങ്ങളൊന്നും അറിയില്ല. അപ്പം നമ്മളെല്ലാം നോക്കി വെച്ചിട്ട് അവരെയും കൊണ്ട് പോകാമെന്ന് വിചാരിച്ച് അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്ന കേട്ടോ. കുറേ അലഞ്ഞ് കുറേ സ്ഥലത്ത് പോയി, എന്നിട്ട് ഫുഡും കൂടെ കഴിച്ചിട്ട് ഇനി നമുക്ക് ഇവിടെ ഒരു ടെമ്പിൾ പോലെ ഉണ്ട്, ഒരു പഴയ ടെമ്പിൾ. അപ്പോൾ ഫുഡൊക്കെ കഴിച്ചിട്ട് അവിടെ പോകാമെന്നാണ്. ഇതാണ് കേട്ടോ സ്ഥലം. അപ്പോൾ നമ്മളിവിടെയൊക്കെ ഒന്ന് നോക്കി വെച്ച് നമ്മളൊരു വിൻറ്റേജ് സെറ്റപ്പാണ്. അപ്പോൾ അങ്ങനെ അവിടെ ഷൂട്ട് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ നോക്കാനും അവിടെ ഒന്ന് നോക്കി വെക്കാമെന്നൊക്കെ പറഞ്ഞ് വന്ന്, എന്നിട്ട് ഞങ്ങളങ്ങ് പോവുക കേട്ടോ. അവിടെ ചോദിക്കാനൊന്നും നിന്നില്ല, ആകെ ഒരു പേടി. നമുക്ക് വന്നങ്ങ് ഷൂട്ട് ചെയ്യാം എന്നുള്ള രീതിയിൽ അങ്ങ് പോയി. അങ്ങോട്ടൊക്കെ വന്നപ്പോൾ അവിടെ കുറച്ച് പിള്ളേരൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അവിടെയും നല്ലൊരു സ്ഥലമായിട്ടൊക്കെ തോന്നി. അങ്ങനെ നമ്മൾ വന്ന് തിരിച്ച് ഇപ്പുറത്ത് ഈ സ്ഥലത്ത് വന്നിട്ട് നമുക്കിവിടെ ഭയങ്കര ഇഷ്ടം, എപ്പോഴും ഇവിടെ വരണം എന്ന് വിചാരിക്കും. അപ്പം ഇന്ന് എന്തായാലും സമയമുണ്ട്, നമുക്കിവിടെ നോക്കാം. അപ്പോൾ അവിടെ ഇങ്ങനെ വെള്ളം വെച്ചിട്ടുണ്ട്, പൈപ്പ് പോലെ. അപ്പോൾ അതിനകത്ത് വെള്ളം ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി നമ്മൾ പോയി നോക്കി. അങ്ങനെ വണ്ടിയൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ട് നമ്മൾ താഴത്തേക്ക് പോയി. അമ്മേനൊക്കെ വിളിച്ച് ചോദിച്ചു വരാറായോ. അപ്പോൾ അമ്മയൊക്കെ ഉച്ചയ്ക്കത്തെ ബോട്ടിലേ വരത്തുള്ളൂ, എന്നാൽ ഇവിടെ വെയിറ്റ് ചെയ്യാം, ഫുഡും കഴിച്ചിട്ട് ഇവിടെ വെയിറ്റ് ചെയ്യാം എന്ന് വിചാരിച്ചിട്ട് ഇവിടെ വന്ന്. അപ്പോൾ ഇവിടെ എപ്പോഴും നമ്മൾ ഇതിലും വഴി വണ്ടിയെ പോകുമ്പം ഇവിടെ ഒരു ബുദ്ധൻ്റെ ഒരു വലിയൊരു സ്റ്റാച്ചു കണക്കൊക്കെ ഇരിക്കും കേട്ടോ. അപ്പം നമ്മൾ എപ്പോഴും പറയും ഇവിടെ നമുക്ക് പോകണം, എന്താ സംഭവം എന്നൊക്കെ അറിയണം. അപ്പോൾ ഫ്രണ്ടിൽ വെള്ളമൊക്കെ ഉണ്ടല്ലോ, അപ്പം നമ്മൾ രസമായിരിക്കും നമുക്ക് അവിടെ പോയിരിക്കാം. അപ്പോൾ കുറച്ച് കപ്പിൾസും കുറച്ച് ചേച്ചിമാരും ഒക്കെ അവിടെ ഇരിപ്പുണ്ട്. ശരി, നമുക്ക് വന്ന് ഇവിടെ വെയിറ്റ് ചെയ്യാമെന്നും പറഞ്ഞ് നമ്മൾ രണ്ടുകൂടെ അവിടെ പോകാൻ പോട്ടോ. ഞാൻ നോക്കുമ്പോൾ ഒരാൾ ചാടാൻ പോണ പോലെ അതേ കയറി ഒന്ന് നോക്കുകയല്ല. എന്നിട്ട് ആശാനെയും വിളിച്ച് നമ്മൾ പോയി കേട്ടോ. പുള്ളി വണ്ടി വെക്കാനുള്ള സ്ഥലവും അവിടുത്തെ സ്ഥലമൊക്കെ മേളിൽ നിന്ന് നോക്കുകയാണ്. പിന്നെ എല്ലാം അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ താഴത്തോട്ട് നടന്നു പോകാൻ വന്നു. നമ്മുടെ ആലപ്പുഴ തന്നെ ബീച്ചിലോട്ട് പോകുന്ന അവിടെ പോലീസ് സ്റ്റേഷൻ്റെ ഒക്കെ ഓപ്പോസിറ്റ് ആയിട്ട് ഇപ്പുറത്തെ സൈഡിലായിട്ടാണ് കേട്ടോ ഇത്. നമ്മുടെ കയർഫെഡിൻ്റെ ബൊട്ടാണിക്കൽ ഗാർഡൻ ആണ്. നല്ല രസമാണ് കേട്ടോ. നമ്മൾ വരുമ്പം കുറേ പേര് അവിടെ വന്ന് ഫോട്ടോ എടുക്കുകയും കുറച്ച് കപ്പിൾസ് ഇരിക്കുകയും ചേച്ചിമാരും ചേട്ടന്മാരും ഒക്കെ ഉണ്ടായിരുന്നു. ഇതാണ് ഞാൻ പറഞ്ഞ ബുദ്ധൻ്റെ ആ സ്റ്റാച്ചു. ഒരു അമ്പലത്തിൻ്റെ ഒരു ഇതുപോലെ കുറച്ച് കൽവിളക്കും അങ്ങനെ അതിൻ്റെ നേരെയായിട്ട് ഒരു ബുദ്ധൻ്റെ ഒരു നല്ല രസമാണ്. നല്ല കാമായിട്ടുള്ള ഒരു അന്തരീക്ഷവും ഒത്തിരി ആളും ബഹളവും ഒന്നുമില്ല, നല്ല ഒരു അറ്റ്മോസ്ഫിയറാണ്. സ്റ്റെപ്പ് ഇറങ്ങി നമ്മൾ താഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ കുറേ ചെടികളും മരങ്ങളും ആ ഒരു വെള്ളത്തിൻ്റെ ഒരിതും എല്ലാം നല്ല രസമുണ്ടായിരുന്നു. ഞാനങ്ങനെ അധികം പാർക്കിലൊന്നും പോയിട്ടില്ല എന്ന് വെച്ചാൽ നമ്മുടെ ഇവിടെ ഇപ്പം ഒന്നാമതെ പാർക്ക് കുറവാണ്. പിന്നെ ആലപ്പുഴയിൽ ഇവിടെ ബീച്ചിൻ്റെ അവിടുത്തെ പാർക്ക് എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങൾക്കുള്ളതാണ്. അപ്പം അല്ലാതെ സത്യം പറഞ്ഞാൽ ആലപ്പുഴയിൽ അങ്ങനെ വലിയ സെറ്റപ്പ് ഒന്നും ഉള്ളൊരു സ്ഥലമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. എനിക്ക് എപ്പോഴും തോന്നും നമ്മുടെ സ്ഥലത്ത് കുറച്ചും കൂടിയൊക്കെ കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ നമുക്കൊരു രസമായിരിക്കും. ആലപ്പുഴയാണ് കുഞ്ഞു സ്ഥലമല്ലേ, ഉള്ള സ്ഥലത്തിൽ കുറേ കായലും അതും ഇതും പാലങ്ങളും ഒക്കെ അല്ലേ ഉള്ളൂ. നമുക്കങ്ങനെ വലിയ സംഭവം സെറ്റപ്പായിട്ട് പറയാനും മാത്രം ഒന്നുമില്ല. കുറേ സ്നേഹമുള്ള മനുഷ്യന്മാരും കുറേ കുഞ്ഞു സ്ഥലങ്ങളും മാത്രമേ ഉള്ളൂ. അപ്പം പക്ഷെ ഞാൻ എപ്പോഴും ആലോചിക്കും വലിയൊരു മാളോ എന്നുവെച്ചാൽ നല്ല വലിയൊരു മാള് അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമുക്ക് ഉണ്ടായിരുന്നെങ്കിൽ. ഈയിടെ കോട്ടയത്ത് മാള് വന്നപ്പോൾ ഞാൻ ആലോചിച്ചു ആലപ്പുഴയിൽ എപ്പോഴും ഇങ്ങനെയൊക്കെ ഒരു സെറ്റപ്പിൽ വരിക. അങ്ങനെ മാളില്ലെന്നല്ല, ഉണ്ട്. പക്ഷെ ഞാൻ ആലോചിക്കും, പക്ഷെ നമുക്ക് എന്നാ ഇങ്ങനെയൊക്കെ ആവുക എന്നൊക്കെ ആലോചിക്കും. അങ്ങനെ അപ്പോൾ അവിടെ വന്നു. അപ്പം ഞാനിന്ന് അപ്പം അജു ആണല്ലോ വീഡിയോ എടുക്കുന്നത്. അപ്പം ഞാൻ വലിയൊരു ബ്ലോഗറാണേ. അപ്പം ഞാൻ ആളുടെ മുന്നിൽ ഞാൻ പറഞ്ഞു കൊടുക്കുകയാണ്, ഇത് കണ്ടോ, ഇതൊരു സ്റ്റാച്ചു ആണ്, ഇവിടെ നമുക്ക് ഫോട്ടോയൊക്കെ എടുക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനങ്ങ് തകർക്ക് ആളുടെ അടുത്ത്. ഇത് കണ്ടോ, ഇവിടെ വഴി നമുക്ക് നടക്കാം, ഇത് ചെടിയാണ്. എന്നിട്ട് ഞാൻ പരിചയപ്പെടുത്തുകയാണ്, ഇതാണ് ചെമ്പരത്തിപ്പൂ. ഓരോന്ന് പരിചയപ്പെടുത്തുകയാണ്. ഇതാണ് ആറ്, കായൽ, കാണാത്തവർക്ക് കാണാം എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ പരിചയപ്പെടുത്താണ്. പാവപ്പെട്ടൻ എല്ലാം സഹിച്ച് വീഡിയോ എടുത്ത് തരുവാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ പറയുന്നുണ്ട്, ഇതുപോലത്തെ ചെടികളൊക്കെ നിങ്ങളുടെ നാട്ടിലുണ്ടോ? ഞങ്ങളുടെ നാട്ടിലുണ്ട്. അങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞ് അതൊക്കെ കാണിച്ച് ഞാൻ പറഞ്ഞു. അപ്പം ഇങ്ങോട്ട് വന്ന സമയത്ത് അവിടെ ഒരു ഇത്തിരി ഗ്യാപ്പ് കണ്ട്. ഞാൻ പറഞ്ഞു, എനിക്ക് ഈ ഗ്യാപ്പിൽ കൂടെ പുറത്തു വരാൻ പറ്റും, നിങ്ങൾക്ക് പറ്റുമോ? അതൊക്കെ ചോദിച്ച് അത് കുഞ്ഞൊരു സ്ഥലമാണ് കേട്ടോ. അങ്ങനെ
അതൊക്കെ കാണിച്ച് പറഞ്ഞൊക്കെ ഇരിക്കുകയാണ്. പക്ഷെ രസമല്ലേ, ആരെങ്കിലും നമുക്ക് വീഡിയോ എടുത്ത് തരുമ്പോൾ ഇങ്ങനെ നമുക്കങ്ങനെ അവസരം ഇല്ലായിരുന്നല്ലോ, ഇപ്പോഴാണല്ലോ നമ്മളങ്ങനെ ഒരാൾ വീഡിയോ എടുത്ത് തരുന്നൊരു സെറ്റപ്പൊക്കെ ആയത്. അങ്ങനെ ഇവിടെ വന്ന് പക്ഷെ എനിക്കിഷ്ടമായി കേട്ടോ സ്ഥലം. വെച്ചാൽ ഒരു നല്ല കാമായിട്ട് നമുക്കവിടെ ഇരിക്കാം. ഒത്തിരി ആൾ അങ്ങനെയൊന്നും ഇല്ല. കുറച്ച് പേരൊക്കെ അങ്ങോട്ട് മാറിയുണ്ടായിരുന്നു. പിന്നെ അപ്പുറത്തോട്ട് ഞാൻ പോകാത്തതെന്ന് വെച്ചാൽ അവിടെ കുറച്ച് കപ്പിൾസ് ഉണ്ടായിരുന്നു. അവർക്ക് നമ്മൾ ചിലപ്പോൾ എല്ലാവർക്കും നമ്മൾ വീഡിയോ എടുക്കുമ്പം കംഫർട്ടബിൾ ആവണമെന്നില്ലല്ലോ. അതുകൊണ്ട് നമ്മൾ അങ്ങോട്ടേക്ക് പോയില്ല, ഇവിടെ നിന്ന് തന്നെ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച്. പിന്നെ നല്ല രസമുണ്ടായിരുന്നു. മേളിൽ മറ്റേ കാക്കകളുണ്ട്, അവരേത് സമയവും സ്പ്രെഡ് ചെയ്യും. നിങ്ങൾക്ക് താഴെ കുറേ വെള്ള കളർ കണ്ടില്ലേ, അതുകൊണ്ട് നമ്മൾ ഇങ്ങോട്ടേക്ക് മാറിയാണ് നിന്നത്. പിന്നെ കുറേ കല്ലുകൊണ്ടുള്ള പ്രതിമകളുടെയൊക്കെ വർക്കുണ്ടായിരുന്നു. നേരത്തെ അത് ഞാൻ ചെന്ന് തൊട്ടപ്പോഴായി നല്ല തണുപ്പാട്ടോ, നല്ല രസമുണ്ടായിരുന്നു അത്. പെട്ടെന്ന് അത്രയും ചൂടുള്ള സമയത്ത് അതേ പോയി തൊട്ടപ്പോൾ അത് മാത്രം ഇങ്ങനെ കൂളായിട്ടിരിക്കുന്നു. പിന്നെ അവിടെ വന്നിരുന്ന് കുറച്ച് നേരം ഇങ്ങനെ ഇരിക്കാനുള്ള കുറേ അവിടെ ഇങ്ങനെ കെട്ടിയിട്ടിട്ടുണ്ട്. കുറേ നേരമായിട്ട് നിൽക്കുന്നതുകൊണ്ട് അവിടെ വന്നിരുന്നപ്പോൾ ഒരാശ്വാസമായി. പിന്നെ അവിടെ പൈപ്പ് പൊട്ടിക്കിടക്കുന്നുണ്ട്. മഴ പെയ്യുന്നതിനൊക്കെ ഒരു ശബ്ദം കുറേ നേരമായിട്ട് കേൾക്കുന്നുണ്ട്. എന്നാ വെച്ചാൽ പൈപ്പ് അവിടെ വഴി പോകുന്നുണ്ട്, ആ പൈപ്പ് അവിടെ പൊട്ടിക്കിടക്കുക. ഇത് ഞാൻ കാണുന്ന കാലം തൊട്ട് ഈ പൈപ്പ് പൊട്ടി തന്നെ കിടക്കുക കേട്ടോ. ഞാനപ്പോൾ ആലോചിക്കുന്നത് എത്ര പേർക്ക് വെള്ളം ഇല്ലാത്ത, കുടിവെള്ളം ഇല്ലാത്ത അവസ്ഥ, ഇത് എത്ര കാലമായിട്ട് ഇവിടെ തന്നെ പൊട്ടിക്കിടക്കുക. അവർ വന്ന് നന്നാക്കിയിട്ട് പിന്നെയും പൊട്ടിപ്പോയതാണോ എന്നറിയാൻ പാടില്ല. അങ്ങനെ ഇതാണ് ഞാൻ പറഞ്ഞ കല്ലുകൊണ്ടുള്ള രൂപങ്ങൾ കുറേ കൊത്തി വെച്ചിട്ടുണ്ട് വലിയ കരിങ്കല്ലിൽ. അത് കാണാൻ നല്ല ഭംഗിയായിട്ടുണ്ട്. 2 പേരാണ് വീഡിയോ എടുക്കണത്. ഒരാൾ അപ്പുറത്തുനിന്ന് ഒരാൾ ഇപ്പുറത്തുനിന്ന് വീഡിയോ എടുക്കുന്നത്. പക്ഷെ എനിക്കിത് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. എന്ന് വെച്ചാൽ ഞാൻ ഒത്തിരി നാളായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് എൻ്റെ വീഡിയോസൊക്കെ ഇങ്ങനെ എപ്പോഴും ഒരാൾ എടുത്തു തരിക. ഭയങ്കര സന്തോഷമായിട്ടാണ് ഞാൻ എടുക്കുന്നൊരു വീഡിയോ ആണിത്. ആളിങ്ങനെ എടുത്തു തരുമ്പോഴും ആൾ കൂടെ നിൽക്കുമ്പോഴും അത് ഭയങ്കര സന്തോഷമാണ് എനിക്ക്. വെച്ചാൽ നമ്മൾ ഒറ്റയ്ക്ക് വീഡിയോ എടുക്കുന്നത് നമുക്ക് ഒരാൾ സപ്പോർട്ട് ചെയ്ത് കൂടെ ഒന്ന് എടുത്തു തരുന്നതും രണ്ടും ഡിഫറെൻ്റ് അല്ലേ. അപ്പം ഞാനിപ്പം പറഞ്ഞ് കളിയാക്കുകയാണോ, ഫാമിലി വ്ളോഗേഴ്സ് ആണോ, 2 പേരും വീഡിയോ എടുക്കുന്നവരാണോ എന്നൊക്കെ ചോദിച്ച് ഞാൻ കളിയാക്കുകയാണ് കേട്ടോ. അങ്ങനെ കുറച്ച് നേരം ആളും വീഡിയോ എടുത്തിട്ട് ഇവിടെ വന്നിരുന്നു. ഇനി കുറച്ച് നേരം ഇവിടെ ഇരിക്കാം, ആരെങ്കിലും ആയിട്ടൊക്കെ വരും. കുറച്ച് പേര് വന്നായിരുന്നു കേട്ടോ, അവരുമായിട്ടൊക്കെ നമ്മൾ സംസാരിച്ചു. ഇനി ആരെങ്കിലുമൊക്കെ വരുമ്പോൾ അവരുമായിട്ട് സംസാരിക്കാം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അവിടെ ഇരിക്കുമായിരുന്നു. ഇത് മുണ്ടക്കൽ ചൂരൽമല ദുരന്തത്തിൻ്റെ ഒരു ഇതുപോലെ വെച്ചിരിക്കുന്നതാണ് കേട്ടോ. നല്ല എല്ലാം കൊള്ളായിരുന്നു. പിന്നെ അങ്ങോട്ടേക്ക് മാറുമ്പോൾ കുറച്ച് മിററിൻ്റെ കാര്യങ്ങൾ, പിന്നെ കുറച്ച് വർക്കുകൾ, അങ്ങനെ കല്ലിൽ കൊത്തിയ വർക്കുകൾ, അങ്ങനെ കുറച്ചൊക്കെ ഈ ഭാഗത്തുണ്ടായിരുന്നു. മരക്കഷ്ണങ്ങളൊക്കെ കൊണ്ടിട്ടിരിക്കുന്നതാണെങ്കിലും ഭയങ്കര യുണീക്കായിട്ട് ഭംഗിയുള്ളതായിരുന്നു. ഈ വെള്ളപ്പാട് കാക്കയുടെ കാഷ്ടമാണ് കേട്ടോ. എന്തോ ഡിസൈൻ പോലെയൊക്കെ ദൂരെ നിന്നൊക്കെ തോന്നും, പക്ഷെ അത് നീർക്കാക്കയാണ്. പിന്നെ ഞാൻ പറഞ്ഞ മിറർ വർക്ക് പോലെ ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ അത് ഭംഗിയുണ്ടായിരുന്നു. അത് ഞാനങ്ങനെ എങ്ങും കണ്ടിട്ടില്ല, അതൊരു രസമുണ്ടായിരുന്നു, ഒരു വെറൈറ്റി ഉണ്ട്. പിന്നെ 2 കിളിക്കൂട് പോലെ ഇങ്ങനെ ഉണ്ടാക്കി മേളി ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കുറച്ചൊക്കെ ഈ മഴയൊക്കെ പെയ്തിട്ടാന്ന് തോന്നുന്നു പോയിട്ടുണ്ട്, പക്ഷെ എന്നാലും അത് കാണാൻ ഒരു ഭംഗിയുണ്ടായിരുന്നു. അപ്പം പിന്നെ ഞങ്ങൾ ഇടയ്ക്ക് അമ്മേനെ ഞാൻ വിളിച്ചു, അമ്മയൊക്കെ വരാറായോ, അമ്മയുടെയൊക്കെ ബോട്ട് അവിടെ നിന്ന് വിട്ടിട്ടുണ്ട്, ഒരു അരമണിക്കൂറിനുള്ളിൽ അവരെത്തുമെന്ന് പറഞ്ഞു. എന്നാൽ അതുവരെ നമുക്ക് ഇവിടെ വെയിറ്റ് ചെയ്യാം, എന്നിട്ട് അമ്മയൊക്കെ വരുമ്പോൾ അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ച്. ഞാൻ പോകാനൊരുക്കുമ്പോൾ ഞാൻ നോക്കുമ്പോൾ പുറകിൽ നിന്ന് ഒരാളെൻ്റെ വീഡിയോ എടുത്തിട്ട് വരുന്നുണ്ട്. അപ്പം ഞാനും ഫ്രണ്ടിൽ നിന്ന് വീഡിയോ എടുത്ത്. രസമായിരുന്നു. അങ്ങനെ കുറച്ച് നേരം അവിടെ ഇരുന്നു. 1-2 സബ്സ്ക്രൈബേഴ്സ് വന്നു. അവർ കംഫർട്ടബിൾ അല്ലാഞ്ഞുകൊണ്ട് അവരെ വീഡിയോയിൽ എടുത്തില്ല. പക്ഷെ സന്തോഷമായി നമുക്ക് അവർ നമ്മുടെ അടുത്ത് വന്ന് സംസാരിക്കുമ്പം. പിന്നെ നോക്കിയപ്പോൾ അവിടെ അമ്പഴങ്ങ കിടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങോട്ട് പോയപ്പോൾ അത് കണ്ടില്ല. തിരിച്ച് വന്നപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഇത് എവിടെയോ കണ്ട് നല്ല പരിചയമുണ്ടല്ലോ എന്ന് വിചാരിച്ച് നോക്കിയപ്പോൾ അമ്പഴങ്ങ ബോൺസായി പോലെ ചെറുതായിട്ട് വളർന്ന് നിൽക്കുകയാണ്. അതിൽ കുറേ ഉണ്ടായിരുന്നു കേട്ടോ. കൊതി വന്നിട്ട് ഞാൻ ഒരെണ്ണം പറിച്ചു. നന്നായിട്ട് പഴുത്തിട്ടൊന്നുമില്ല, പക്ഷെ നല്ലൊരു ഈ അമ്പഴങ്ങ ഒരുവിധം മൂപ്പത്തി കഴിയുമ്പോൾ ഒരു മാങ്ങയുടെ, ഒരു സേലം മാങ്ങയുടെയൊക്കെ ഒരു ടേസ്റ്റ് വരുമല്ലോ, ആ പരുവായി. പറയുമ്പോൾ തന്നെ കൊതി വരിക. പിന്നെ കൊതി വന്നിട്ട് ഞാൻ ഒരെണ്ണം പറിച്ചു. കയ്യിൽ വെള്ളം ഉണ്ടായിരുന്നു, കഴുകിയിട്ട് അപ്പം തന്നെ കഴിക്കാൻ തുടങ്ങി. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ പുളിയുള്ള ഐറ്റംസ്, മാങ്ങ, അമ്പഴങ്ങ. അങ്ങനെ എനിക്ക് മധുരം ഒട്ടും ഇഷ്ടമില്ല, പക്ഷെ പുളിയുള്ള ഐറ്റംസൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ഫ്ലേവർ എന്നാന്ന് വെച്ചാൽ ഞാൻ പറയും പുളിയാണ്. എനിക്ക് മധുരം ഒന്നും അത്ര താല്പര്യമില്ല, പക്ഷെ പുളി, ഉപ്പ്, എരിവൊക്കെയാണ് ഏറ്റവും ഇഷ്ടം. പിന്നെ അത് കഴിഞ്ഞിട്ട് ബോറടിച്ചപ്പോൾ ഞാൻ പറഞ്ഞു കരിങ്കാളി കാണിക്കാം ഞാൻ, അങ്ങനത്തെ ബ്രില്യൻ്റ് ഐറ്റംസൊക്കെ എൻ്റെ കയ്യിൽ കുറേ ഉണ്ടെന്നൊക്കെ പറഞ്ഞു. പിന്നെ ആളും ബോറടിച്ചിരിക്കുകയായിരുന്നു. ആളൊന്ന് ചില്ലാക്കാൻ വേണ്ടി ഞാൻ കുറേ നേരം കരിങ്കാളിയുടെ മറ്റേ റീലൊക്കെ എടുക്കുന്ന കണക്ക് ഇങ്ങനെ കാണിച്ച്. എനിക്കിടയ്ക്ക് നാണമൊക്കെ വന്ന് റോഡിൽ കൂടെ പോണവരൊക്കെ നോക്കി, പക്ഷേ എന്നാലും കുറച്ച് നേരം അവിടെ ഇങ്ങനെ നിന്നപ്പോഴത്തേക്കൊന്ന് ചില്ലായി. ഞാൻ പറഞ്ഞത് ഇനി ചായയൊക്കെ കുടിച്ചിട്ട് നമുക്കിരിക്കാം, അപ്പോഴത്തേക്ക് അമ്മയൊക്കെ വരും എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് നേരം അവിടെ ഇരുന്ന്
അന്നേരം കുറച്ച് ആൾക്കാരവിടെ നമ്മുടെ പോലീസ് സ്റ്റേഷനിൽ കുറച്ച് ആളും ബഹളമൊക്കെ, നേരെ ഓപ്പോസിറ്റ് തൊട്ട് ഫ്രണ്ടിൽ പോലീസ് സ്റ്റേഷനാണ് കേട്ടോ. അവിടെ കുറച്ച് ആൾക്കാർ വന്ന് അതിൻ്റെ ബഹളമൊക്കെ കുറേ നേരം നോക്കിയിരുന്നു. അങ്ങനെ സമയം കളഞ്ഞ് അത് കഴിഞ്ഞിട്ട് നമ്മൾ അമ്മ അച്ഛനെയൊക്കെ വന്നെന്ന് പറഞ്ഞ് വിളിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ അങ്ങോട്ട് ചെന്നു. അപ്പം 4 പേർക്ക് കൂടെ പോയിട്ട് ഗോൾഡ് സെലക്ട് ചെയ്യാം, വാങ്ങാം. പിന്നെ നമ്മളിപ്പോൾ വാങ്ങിയാലും അവർ നമ്മുടെ കയ്യിൽ ഇപ്പോൾ തന്ന് വിടത്തില്ല. നമ്മൾ ജസ്റ്റ് ബുക്ക് ചെയ്ത് വെക്കുക. അവർ നമ്മുടെ മാരേജിൻ്റെ തലേ ദിവസം അവർ വീട്ടിലോട്ട് എത്തിക്കും. തലേ ദിവസം അങ്ങനെ നമ്മൾ കയ്യിൽ വെച്ചുകൊണ്ടിരിക്കുന്നതും സേഫ് അല്ലല്ലോ. അപ്പോൾ ആ ഒരു ടൈം ആകുമ്പോൾ നമുക്ക് എത്തിക്കാമെന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ ഗോൾഡ് എടുക്കുന്നത് ആലപ്പുഴ ലക്ഷ്മി ജ്വല്ലറി എന്നാണ് കേട്ടോ. അച്ഛൻ പണ്ടോട്ടെ അവിടുന്ന് ഗോൾഡൊക്കെ എപ്പോഴും വാങ്ങുന്നത് കൊണ്ടിട്ട് കുറച്ച് നമ്മുടെ കയ്യിൽ ഇരിക്കുന്ന സ്വർണ്ണവും അവിടുത്തെ സ്വർണ്ണമാണ്. അപ്പോൾ അത് തന്നെ കൊടുത്തിട്ട് പുതുക്കി വാങ്ങാമെന്ന് വിചാരിച്ച് അങ്ങനെ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമ്മൾ പോകാമെന്ന് വിചാരിച്ച്. അമ്മ അച്ഛയൊക്കെ ആകുമ്പോൾ അവിടെ വന്നെന്നും പറഞ്ഞ് വിളിച്ചേട്ടാ. അപ്പോൾ അവിടെ നമുക്കൊരു 3 മിനിറ്റ് 4 മിനിറ്റ് വണ്ടി ഓടിച്ച് അവിടെ എത്താം. അങ്ങനെ നമ്മളിവിടുന്ന് പോകുന്നു. അപ്പം ഞാൻ ചോദിക്കുന്നുണ്ട് എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ വ്ളോഗ് എക്സ്പീരിയൻസ് എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു ആശാൻ്റെ അടുത്ത്. അങ്ങനെ നമ്മൾ വണ്ടി കയറി അവിടെ വന്നു. പെട്ടെന്നാണ് കേട്ടോ എല്ലാം പെട്ടെന്ന് സെലക്ട് ചെയ്ത്. കാരണം ഉള്ളതൊക്കെ എനിക്കറിയാമായിരുന്നു എങ്ങനത്തെ എടുക്കേണ്ടതെന്നൊക്കെ ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു മുന്നേ തന്നെ. അപ്പോൾ അതുകൊണ്ട് ഒത്തിരി കൺഫ്യൂഷനോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. പെട്ടെന്ന് എടുത്ത് എന്നുവെച്ചാൽ ഇന്നതൊക്കെ മതി, ഇന്നതാണ് സാരി, അതുമായിട്ട് മാച്ച് ആവുന്ന രീതിയിൽ വേണമെന്ന് എനിക്ക് ആദ്യമേ തന്നെ ഞാൻ മൈൻഡിൽ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ എടുത്ത് പെട്ടെന്ന് കാര്യങ്ങൾ നടത്തി പോകുന്നുണ്ട്. ഇത് ഗോൾഡ് മാത്രമല്ല, അല്ലാതെ നമ്മൾ കുറച്ച് ഈ സാരിക്ക് ചേരുന്ന ടൈപ്പിലുള്ള ഓർണമെൻറ്റ്സ് ഉണ്ടല്ലോ, അതും എടുത്തു. എന്നുവെച്ചാൽ നമ്മൾ ഇപ്പം അങ്ങനെ ആരും കല്യാണത്തിന് ഗോൾഡൊന്നും അല്ലല്ലോ ഇടണേ. നമുക്ക് അതിന് ചേരുന്ന ആൻറ്റിക് ഓർണമെൻറ്റ്സ്, ജ്വല്ലറി, സ്റ്റോൺ വർക്കൊക്കെ വന്നിട്ടുള്ളതൊക്കെ അല്ലേ. അപ്പം അങ്ങനെയുള്ളതൊക്കെ ഞാൻ എടുത്തോട്ടെ. എനിക്ക് അങ്ങനത്തെ കല്യാണത്തിന് ഇടണം എന്നാണ് ആഗ്രഹം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് പോയി. അച്ഛൻ അമ്മയൊക്കെ ഉച്ചയ്ക്ക് കഴിച്ചായിരുന്നു. അപ്പം നമുക്ക് എന്നാൽ കഴിച്ചിട്ട് പോവാം. അച്ഛൻ അമ്മയും മസാല ദോശ വെച്ചു, ഞാനും വെച്ചു, ബിരിയാണി വെച്ചു. എന്നിട്ട് നമ്മളൊന്ന് ബീച്ചിൽ പോയി. എല്ലാവരും കൂടെ ഒന്ന് ബീച്ചിൽ പോയിട്ടോ. അപ്പോൾ ഒന്ന് ആ ഒരു വൈകുന്നേര സമയമല്ലായിരുന്നു. അപ്പോൾ ഒന്ന് ജസ്റ്റ് അവിടെ പോയിരുന്ന് ഒരു തണുപ്പ് കാറ്റൊക്കെയാണ്, നല്ല രസമായിരുന്നു. അത് കഴിഞ്ഞിട്ട് വണ്ടി ഓടിച്ചിട്ട് വീട്ടിൽ വന്നു. പിന്നെ അജുവിൻ്റെ 1-2 സാധനങ്ങളൊക്കെ മേടിക്കണമായിരുന്നു കേട്ടോ. അങ്ങനെ വന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ 1-2 സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ തിരുവല്ലയിൽ പോയിട്ടാണല്ലോ നമ്മുടെ ഡ്രസ്സ് എടുത്തത്. അപ്പോൾ അവിടുന്ന് തന്നെ നമ്മൾ സാരി റോൾ ചെയ്ത് വാങ്ങാമെന്നാണ് അന്ന് വിചാരിച്ചത്. പക്ഷെ അന്ന് എന്തോ നമ്മളത് വേണ്ട, പിന്നെ ആവട്ടെ എന്നൊക്കെ വിചാരിച്ചിട്ട് അത് റോൾ ചെയ്യുന്ന കാര്യം വിട്ടുപോയായിരുന്നു. അപ്പോൾ അതിന് പറ്റിയൊരു കട നമ്മൾ തപ്പി നടന്നിട്ട് നമുക്ക് ഒരു ഷോപ്പ് കിട്ടിയിട്ടോ. അപ്പോൾ അവിടെ പോയി അതും ഒന്ന് നമ്മൾ കൊടുക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. കൊടുത്തിട്ട് പിറ്റേ ദിവസം വാങ്ങാം, അല്ലെങ്കിൽ അപ്പം തന്നെ അന്ന് തന്നെ അവർ തരുവാണെങ്കിൽ അന്ന് തന്നെ അത് വാങ്ങാമെന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു കാര്യത്തിനായിട്ട് നമ്മൾ പിന്നെ പോയി. അതും പോയി. അത് കഴിഞ്ഞിട്ട് 6:30 ബോട്ടിൽ വീട്ടിൽ വന്നു കേട്ടോ. ലാസ്റ്റ് നമുക്ക് 6:30 കഴിഞ്ഞിട്ട് ഇപ്പോൾ 8:45 ബോട്ട് ഉണ്ട് കേട്ടോ. ഞാൻ അതിലും വരാറുണ്ട്. ഇപ്പം മുമ്പ് നമുക്ക് 6:30 ബോട്ട് മാത്രമല്ലേ ഉള്ളായിരുന്നു. ഇപ്പം നമുക്ക് 8:45 ബോട്ട് വന്നുകൊണ്ട് കുറച്ച് ലേറ്റ് ആയാലും നമുക്ക് സേഫായിട്ട് വീട്ടിലെത്താം എന്നൊരു ഉറപ്പ് ഇപ്പോൾ ആ ബോട്ടുള്ളത് കൊണ്ട് നമുക്കൊരു സമാധാനമുണ്ട്. പിന്നെ ഞാൻ കുറേ നേരം അവിടെ നിന്നേട്ടോ. ഇനിയിപ്പോൾ കുറച്ച് ദിവസങ്ങളും കൂടെ കഴിഞ്ഞ് ഇതൊക്കെ എനിക്ക് മിസ് ചെയ്യുമല്ലോ. എന്നുവെച്ചാൽ നമ്മൾ ഇത്രയും വർഷം നമ്മുടെ വീട്ടിൽ നിന്നിട്ട് പെട്ടെന്ന് ഒരു സ്ഥലത്തേക്ക് പോകാമെന്ന് പറഞ്ഞാൽ എനിക്കറിയാം എല്ലാ സ്ത്രീകളും അനുഭവിക്കുന്ന ബുദ്ധിമുട്ടാണ്. ഇതത് ആദ്യമായിട്ട് ജീവിതത്തിൽ അനുഭവിക്കുന്ന നമ്മളല്ല, പക്ഷെ നമുക്ക് ഇതൊരു ആദ്യത്തെ എക്സ്പീരിയൻസ് ആണല്ലോ. അപ്പം പ്രത്യേകിച്ച് എനിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ സ്ഥലവും നാടും വീടും ഭയങ്കര ഇഷ്ടമായത് കൊണ്ടിട്ട് എല്ലാവർക്കും അങ്ങനെയൊക്കെ തന്നെ. പക്ഷെ എന്നാലും ഇനി കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞാൽ ഇവിടുന്ന് പോകണമല്ലോ, ഇതൊക്കെ ആഗ്രഹിക്കുന്ന സമയത്ത് കാണാൻ പറ്റത്തില്ലല്ലോ എന്നൊക്കെ ആലോചിക്കുമ്പോൾ ഒരു ചെറിയ എവിടേക്കോ ഒരു, പിന്നെ ലൈഫ് ഇങ്ങനെയൊക്കെയാണ് ഇതൊക്കെയാണെന്ന് തിരിച്ചറിഞ്ഞ് വരുമ്പോൾ ഇതായിട്ടൊക്കെ പൊരുത്തപ്പെട്ട് പോകാൻ ശ്രമിക്കുകയാണ്. അയ്യോ പറഞ്ഞ് എങ്ങോട്ടൊക്കെയോ പോണ്. അപ്പോൾ കുറച്ച് നേരം അവിടെ നിന്ന് അതൊക്കെ കണ്ടു. 6:30 ബോട്ട് പോയി. അങ്ങനെ കുറച്ച് ചന്ദ്രനൊക്കെ നേരത്തെ വന്നു. ആദ്യം ഞാൻ ഓർത്ത് സൂര്യൻ എന്താ ഇത്ര നേരമായിട്ടും പോകാതെ, പിന്നെ മനസ്സിലായത് ചന്ദ്രനാണെന്ന്. അപ്പോൾ അത്രയുള്ള ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണ് എടുക്കുന്നു. അപ്പോൾ അടുത്ത നമ്മുടെ ഒരു കല്യാണ വിശേഷമായിട്ട് പുതിയൊരു വീഡിയോയിൽ കാണാം. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക് യു.